ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണിന്ന്. ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, കെ സുരേന്ദ്രൻ തുടങ്ങിയ ആളുകൾ ഇന്നാണ് പത്രിക സമർപ്പിക്കുക. നാളെയാണ് സൂക്ഷ്മ പരിശോധന. CPIഎമ്മിൻ്റെ പ്രകടന പത്രിക ഇന്ന് ഡൽഹിയിൽ പുറത്തിറക്കുമെന്നറിയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്ത് തത്സമയം ചേരും. അതുപോലെ വയനാട്ടിൽ നിന്ന് ദീപക് തർമ്മടവും ചേരുന്നുണ്ട്. ആദ്യം ഷഫീദിലേക്ക്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ആൻഡ് ദീപക് തർമ്മടം, ഗുഡ് മോർണിംഗ്. ഷഫീദ്, വിശദാംശങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയ ഒരു ദിവസം ഇന്നലെയായിരുന്നു. ഇന്നലെ 87 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആകെ 152 പത്രികകൾ ഇന്നലെ മാത്രം സമർപ്പിച്ചു. ഇതുവരെ സംസ്ഥാനത്താകെ 143 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 234 നാമനിർദ്ദേശ പത്രികകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നമ്മൾ കണ്ടതാണ്. ഇന്നും പ്രമുഖരായ പല സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകും. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ, അതേപോലെ തന്നെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ, UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും മുന്നണികൾ അതിൽ പല ഘട്ടങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. വാഹന പ്രചരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ ഇടതുമുന്നണി കടന്നിട്ടുണ്ട്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാണ്. താങ്ക് യു ഷഫീദ് റാവുത്തർ. ഇനി നമുക്ക് ദീപക് തർമ്മടത്തിലേക്ക്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ഇന്ന് കെ സുരേന്ദ്രൻ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണല്ലോ. രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തിയ ശേഷം എന്താണ് മണ്ഡലത്തിന്റെ തെരയിളക്കം? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇന്നലെ മണ്ഡലത്തെ ഇളക്കിമറിച്ച്, പ്രത്യേകിച്ച് കൽപ്പറ്റ നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനാവലി ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപ് ആനി രാജയും വലിയൊരു റോഡ് ഷോയോടുകൂടിയാണ് പത്രികാ സമർപ്പണം നടത്തിയത്. ശക്തി പ്രകടനങ്ങളായിരുന്നു 2 പത്രികാ സമർപ്പണങ്ങളും. ഇന്നാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം. BJPയുടെ ഗ്ലാമർ ക്യാമ്പയിനർ, സ്റ്റാർ ക്യാമ്പയിനർ സ്മൃതി ഇറാനിയാണ് ഇന്ന് ഇവിടെ എത്തുന്നത്. വയനാട്ടിൽ 8:30 അവർ എത്തും. 9 മണിയോടുകൂടി റോഡ് ഷോ. ഒരു പുതിയ രീതി ഇലക്ഷനിൽ നമ്മൾ കാണുന്നത് മുൻപൊരിക്കലും ഇല്ലാത്തതാണ്. ഈ പത്രികാ സമർപ്പണത്തിന് റോഡ് ഷോ, സ്ഥാനാർത്ഥിയുടെ മാസ് എൻട്രി റോഡ് ഷോ, വലിയ രീതിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ റോഡ് ഷോകൾ നടത്തി ശക്തി പ്രകടനം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി പുതുതായി രൂപമെടുത്തിരിക്കുന്നത്. ഇന്ന് കെ സുരേന്ദ്രൻ്റെയും വലിയ റോഡ് ഷോയോടുകൂടി, അതായത് കൽപ്പറ്റ നഗരത്തെ ഇളക്കിമറിച്ചൊരു റോഡ് ഷോ ആണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 11 മണിയോടുകൂടി കെ സുരേന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തും. അതിനുവേണ്ടി സ്മൃതി ഇറാനിയെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം, ആ മണ്ഡലത്തിൽ നേരത്തെ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ച കെ സുരേന്ദ്രനെ JP നദ്ദയും അമിത്ഷയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മത്സരത്തിനിറക്കുന്നു. പ്രത്യേകിച്ചും രാജ്യശ്രദ്ധ നേടിയ ഇന്ത്യയിലെ ഒരു മണ്ഡലമായി കേരളത്തിലെ വയനാട് മണ്ഡലം മാറിക്കഴിഞ്ഞു. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം കൂടി ആവുമ്പോഴേക്കും ഇവിടെ 3 മുന്നണികളുടെ അംഗത്തട്ട് പൂർണ്ണമായും അംഗത്തിന് ഒരുങ്ങിക്കഴിയുകയാണ്. ഏതായാലും 11 മണിയോടുകൂടി പത്രികാ സമർപ്പണം, 9 മണിയോടുകൂടി റോഡ് ഷോ. ഇളക്കിമറിച്ച് രാഹുൽ ഗാന്ധിക്കും മേലെ പ്രചരണത്തിൽ മുന്നേറുക എന്നുള്ളതാണ് NDA BJP വയനാട്ടിൽ ലക്ഷ്യമിടുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ രാഷ്ട്രീയമായി ചില ആരോപണങ്ങളൊക്കെ അവർ ഉയർത്താനും സാധ്യതയുണ്ട്.